ബഹുമാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലമുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരനാ. നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം 5 നേരവും ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയുടെ 1ാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരനാ. നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ. ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ അല്ലാഹുവേ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുളുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ കാണാനടകുള്ള സൗന്ദര്യ റാണിയായ ഒരു സുന്ദരിയായ പെണ്ണോടി വന്ന് കെട്ടിപ്പിടിക്കുകയാ. സുന്ദരിയായ പെണ്ണ് പാതിരാത്രി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ, ആരും കാണില്ലടാ, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ എന്ന് ശരീരത്തിലേക്ക് കയറി കെട്ടിപ്പിടിച്ചിട്ട് തന്റെ മാറിടത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ചിട്ട് ആ പെണ്ണി യാചിക്കുമ്പോ ഈ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്, കൈകാലുകൾ കിടന്ന് വിറയ്ക്കുകയാ. അവിടെ ചിന്തിച്ചു, അല്ലോ ഞാൻ തെറ്റുകാരനായി പോയല്ലോ റബ്ബേ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. പൊട്ടിക്കരന്നുകൊണ്ട് ബോധം കെട്ടി വീഴുകയാ. ബോധം നഷ്ടപ്പെട്ടു താഴേക്ക് വീഴൂ. പെണ്ണിട്ടോടുകയാണ്. ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് ആരോ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുചെന്നു. അവസാനം ബോധം വന്നപ്പോ വാപ്പ മകനോട് ചോദിച്ചു, മോനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ വ്യഭിചരിച്ചു വാപ്പാ, തെറ്റു ചെയ്തു വാപ്പാ, എന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് പിടിച്ചു വാപ്പാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുപോലെ പിതാവിനോട് പറയുമ്പോ പിതാവ് പറഞ്ഞു, നീ അങ്ങോട്ട് പിടിച്ചതല്ലല്ലോ, ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ, നീ അല്ലാഹനെ ഭയന്നവനാണല്ലോ, അതുകൊണ്ട് നീ തെറ്റുകാരനല്ലെന്ന് വാപ്പ പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാരൻ എത്ര പറഞ്ഞിട്ടും സമാധാനമില്ല. എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഒരു സമാധാനമില്ല. വീടിന്റെ അകത്ത് കിടന്ന് പിടഞ്ഞുകൊണ്ട് കരയുകയാ. അവസാനം പൊന്നുമോര് അവിടെന്ന് പറഞ്ഞു, വാപ്പാ ഉമർ ചോദിക്കൂ, ഉമർ ചോദിക്കൂ, ഉമർ തങ്ങൾ പറഞ്ഞാലേ എനിക്ക് സമാധാനമാകൂ. അവസാനം വാപ്പ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു. ഉമർ തങ്ങൾ പറഞ്ഞു, അവനെ തെറ്റുകാരനല്ല. അപ്പോൾ വാപ്പ പറഞ്ഞു, എന്റെ മകനോട് നിങ്ങളൊന്ന് പറയുവോ? അല്ലാഹുവേ, കണ്ട സംഭവം എന്തെന്നറിയുമോ? വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു പോയോ? എനിക്ക് നരകം കിട്ടുമോ? ഞാൻ പാപിയായി പോയോ? ചിന്തിച്ച് കരഞ്ഞ് 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 ഹൃദയം പൊട്ടികെട്ട് മരിച്ചു കിടക്കുകയാ. ഹൃദയം പൊട്ടികെട്ട് മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനെയാണ് കാണുന്നത്. ഉമർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും ഒരു പെണ്ണ് വിളിക്കുമ്പോ അവന്റെ കൂടെ സഞ്ചരിക്കാൻ അവസരം കിട്ടുമ്പോ കേറിയിരുന്ന് പോകല്ലേടാ ചെറുപ്പക്കാരാ. നിന്നെക്കാല് വയസ്സു കൂടിയവരാണെങ്കിലും പറയണം, പാപം പാപം തന്നെയോ, എനിക്ക് അല്ലാഹനെ പേടിയോ, എനിക്ക് പടച്ചിറപ്പിനെ പേടിയോ. എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും ശരീരത്തെ തൊട്ടിട്ടുള്ള സ്നേഹം വേണ്ട, പറയാ കഴിഞ്ഞോ. അല്ലാഹു തരുന്ന പ്രതിഫലം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ. അല്ലാഹു 2 സ്വർഗ്ഗവാടാ. ഒരു പെണ്ണിനെ വലിച്ചെറിഞ്ഞാൽ
തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആരും കാണില്ലെന്ന് പറഞ്ഞു ചെയ്യുകയല്ല, പിന്തിരിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. പാപം ചെയ്യാത്തവര് മനുഷ്യനുമില്ല, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവര് മനുഷ്യനുമില്ല. സാഹചര്യം നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുമല്ലോ, ശൈത്താൻ നമ്മളെ കൊണ്ട് ചാടിക്കുമല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യടോ, അല്ലാഹുവോട് ദുആ ചെയ്യടോ. തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? ഒരു തെറ്റിന്റെ പേരില് ഒരു മനുഷ്യന് അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാ. എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ബായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് കേൾക്കാത്തതുപോലെ ഇരിക്കുകയാ. കാരണം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പോമായിസ് തൗബ ചെയ്യട്ടെ എന്ന് കരുതികെട്ട് പറഞ്ഞു വിടുകയാ. പക്ഷേ മായിസിന് സമാധാനമില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലോ. വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. രണ്ടാമതും പറഞ്ഞു വിടുകയാണ്. മൂന്നാമതും കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, നബിയേ, എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലാനാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം നബിയേ. ഇവരുടെ മുന്നിൽ നാണം കെട്ടാൻ എനിക്കൊന്നുമില്ല. എനിക്ക് ദുനിയാവിലെ ശിക്ഷ സഹിക്കാൻ കഴിയുമല്ലോ. മരണത്തോടുകൂടി ഇവിടത്തെ ശിക്ഷയ്ക്കൊരവസാനമുണ്ടല്ലോ. പക്ഷെ അല്ലാഹുവിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അല്ലാഹുവിന്റെ നരകത്തിന്റെ അദാബുണ്ടല്ലോ. അത് താങ്ങാൻ ഈ മായിസിന് കഴിയില്ല നബിയേ. അത് താങ്ങാനുള്ള കഴിവില്ല. അവിടെ മരണവുമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഈ ശിക്ഷയങ്ങ് ഏറ്റുവാങ്ങിയ അല്ലാഹു നീതിമാനാണല്ലോ, എന്നെ 2 പ്രാവശ്യം ശിക്ഷിക്കൂലല്ലോ. അതുകൊണ്ട് നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയോ, എന്നെ എറിഞ്ഞു കൊല്ലാ വിധിക്കു നബിയോ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ മായിസിനെ എറിഞ്ഞു കൊല്ലാ പറയുകയാ. സഹാബത്ത് 4 ഭാഗത്തു നിന്ന് കല്ല് പറക്കി എറിയുകയാണ്. മായിസിന്റെ ശരീരം പൊട്ടികെട്ട് രക്തമിങ്ങനെ ഒലിക്കുകയാണ്. മായിസ് റളിയല്ലാഹു തആല ഓടുകയാണ്. സഹാബത്ത് പുറകെ നടന്ന് എറിയുകയാണ്. കുറേ സമയം കഴിയുമ്പോ സഹാബികൾ പറഞ്ഞു, നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കുറേ സമയം കഴിയുമ്പോ കരഞ്ഞു വിളിച്ചുകൊണ്ട്, ഇലാ ഹദ്റത്ത് റസൂലില്ലാഹ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, അറിഞ്ഞുകൊണ്ട് ഓടിയതല്ല നബിയേ, മരണപ്രാളത്തിൽ ഓടിപ്പോയതാ, ശരീരം വേദനിച്ചപ്പോ ഓടിപ്പോയതാ. അതുകൊണ്ട് ഇവരോടൊരു കുടിയെടുക്കാൻ പറ നബിയേ. എന്നിട്ട് എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ആ കുടിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്നെ എറിയാ പറ നബിയേ. എത്ര വേദനിച്ചാൽ, എത്ര ഓടണമെന്ന് തോന്നിയാൽ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ യാ റസൂലല്ലാഹ്. അവിടുന്ന് എറിഞ്ഞു കൊല്ലുകയാ. കുറെ നാളുകൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മിസ്അബിന്റെ മായിസിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയ മായിസിന്റെ ഖബറാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ സഹാബാ? നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലോ, മായിസ് സ്വർഗത്തിലാണ് സഹാബാ.
അതുകൊണ്ട് ചെറുപ്പക്കാരാ, അതുകൊണ്ട് പെങ്ങള്, ജീവിതത്തിൽ പറ്റിയ പിഴവ് റബ്ബേ തിരുത്തു പൊന്നുമോള്. അല്ലാതെ മുന്നോട്ട് ഇനിയും നീ തുടരല്ലോ. അത് നിന്റെ കഴിവാണെന്ന് കരുതല്ലേ ചെറുപ്പക്കാരാ. മോനെ, ഓരോ പ്രാവശ്യവും രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടോ. നിന്റെ ഉമ്മാനെയും ബാപ്പാനെയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തണ്ട എന്ന് റബ്ബ് കരുതിയട്ടോ. നിന്റെ മക്കളെ നാണം കെടുത്തണ്ട എന്ന് കരുതിയട്ടോ. പക്ഷേ എന്നും അങ്ങനെയാകണമെന്നില്ല, എന്നും അങ്ങനെയാകണമെന്നില്ല. അതുകൊണ്ട് മഹാന്റെ ഉറൂസിന്റെ അല്ലാഹുവേ സദസാട് ഇവിടെ നിന്ന് പിരിയുമ്പോ ചെയ്തു പോയ പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് പിരിഞ്ഞ പൊന്നുമോനെ, നിന്നെക്കാളും വലിയ ഭാഗ്യവാനില്ലടാ ചെറുപ്പക്കാരോ. നിന്നെക്കാളും ഒരു ഭാഗ്യവതിയില്ല. നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയുവോ? നിനക്കല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നീ എങ്ങാണം ഇന്ന് രാത്രി മരിച്ചുപോയി, നാളെ ദുഹറിന്റെ സമയത്ത് പഴയങ്ങാടി പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഈ പള്ളിക്കാട്ടിലെ മയ്യത്തുകൾക്ക് പെരുന്നാളിന്റെ ആഘോഷമോ. ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് മുഴുവനും നാളെ പെരുന്നാളിന്റെ ആഘോഷമോ. എന്തൊരു സന്തോഷമെന്നറിയുമോ, എന്തൊരു വരവേൽപ്പെന്നറിയുമോ. നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, തൗബ ചെയ്ത നിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് അല്ലാഹു നിന്റെ ബർക്കത്ത് കൊണ്ട് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ചെയ്ത ഒരു പാപം അള്ളാന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് നീ മരിച്ച നിന്റെ മയ്യത്ത് പള്ളി കാട്ടി കൊണ്ടുപോകുമ്പോ നിന്റെ ബർക്കത്ത് കൊണ്ട്, തങ്ങന്മാരുടെ ബർക്കത്തല്ല, ഉസ്താദന്മാരുടെ ബർക്കത്തല്ല, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു തെറ്റ് ഏറ്റു പറഞ്ഞ നിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന അയൽവാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇല്ലടാ, ഇങ്ങേരുടെ വാപ്പ പറഞ്ഞാലും ഞാൻ നന്നാവൂല എന്നാണെങ്കിൽ നീ മരിച്ചു കൊണ്ടുപോകുമ്പോ ഈ കാട്ടി കിടക്കണ, ഈ പള്ളിക്കാട്ടി കിടക്കണ ആൾക്കാർ മുഴുവനും നിന്നെ ശപിക്കും. എടാ വൃത്തികെട്ടവനെ, എടാ നശിച്ചവനെ, എത്ര അവസരം അല്ലാഹു തന്നടാ നിനക്ക്. എടാ എന്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീയായിരുന്നല്ലോടാ, എന്റെ മയ്യത്ത് ചുമന്നത് നീയായി, എന്നെ ഇറക്കി വെച്ചിട്ട് മണ്ണ് വാരിയിട്ടത് നീയല്ലായിരുന്നോ? എടാ നീ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ പോരായിരുന്നോടാ, അല്ലാഹു നിനക്ക് പുറത്തുവരുമായിരുന്നല്ലോ. പറഞ്ഞില്ലല്ലോടാ വൃത്തികെട്ടവനെ. പള്ളിക്കാട് മുഴുവനും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൈയുടെ വ്യഭിചാരം അന്യ പെണ്ണിനെ തൊടല, അന്യ പുരുഷനെ തൊടല, കാലിന് വ്യഭിചാരമുണ്ട് നടക്കൽ, കാമുകിയുടെ വീട്ടിൽ പോകൽ, രാത്രി കാമുകിയുടെ വീട്ടിലേക്ക് പെണ്ണുങ്ങളെയും കൊണ്ട് കറങ്ങല്, ഇതൊക്കെ കാലിന്റെ വ്യഭിചാരം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി ഹറാമുകൾ സൂക്ഷിക്ക്, വൻപാപങ്ങളെ സൂക്ഷിക്ക്, നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, ബോറടിച്ച ഇവിടെ ഇരിപ്പണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. മടുത്ത ഞാൻ അപ്പൊ നിർത്തിക്കളയും. കാരണം ഈ ഉസ്താദന്മാര് നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതുന്നത് ഉസ്താദിന് വലിയ ഓതാൻ അറിയാനായിട്ടൊന്നുമല്ല. നിസ്കരിക്കുന്ന സമയം ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതുന്നത് ഉസ്താദിന് വലുത് ഓതാൻ അറിയാഞ്ഞിട്ടല്ല. ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാവൂ. കാരണം എന്തേ? ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവര് നിൽപ്പുണ്ട്, രോഗികൾ നിൽക്കുന്നുണ്ട്. ഈ ഹൈവേ കൂടെ പോകുന്ന പലരും പള്ളി കയറി നിസ്കരിച്ചിട്ട് പോകാം, പെട്ടെന്ന് കയറി നിൽക്കാം. ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരുന്ന പുറകെ നിൽക്കുന്നവൻ എന്ത് പറയും? പണ്ടാരടങ്ങാൻ ഇങ്ങേരൊന്നും നിർത്തുന്നില്ലല്ലോ. ഇതല്ലേ പറയണേ? അങ്ങനെ പറയിപ്പിക്കരുത്. നിങ്ങൾ നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണോ? കൈവക്ക് വേണമെന്നുള്ളവർ പെട്ടെന്ന് പൊക്കിക്കോ, സമയമില്ല. വാപ്പ നിനക്കത് എന്താണെന്ന് അറിയത്തില്ല, അതാ നീ പൊക്കാത്തെ. ആ സാധനം എന്താണെന്ന് നിനക്ക് ഇന്നവരെ അറിയത്തില്ല, അതാ പൊക്കാത്ത. അതില്ലെങ്കിൽ ജീവിതത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വേണോ ഉറക്കപ്പുറ വേണോ? സുബഹി കഴിഞ്ഞ് ഉറങ്ങല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ ഉറങ്ങരുത്? എപ്പോ ഉറങ്ങരുത്? ഇവിടെ സുബൈക്ക് തന്നെ എഴുന്നേക്കണില്ല, പിന്നല്ലേ സുബൈ കഴിഞ്ഞിട്ട്. സുബൈക്ക് തന്നെ എഴുന്നേക്കണില്ല ഉസ്താദേ, പിന്നല്ലേ സുബൈ കഴിഞ്ഞിട്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ദുആ ചെയ്തു, ലോകത്ത് കടന്നു വരുന്ന ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വാപ്പയ്ക്കാന്നറിയോ? തന്റെ മക്കളെ നേരെയാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വാപ്പയ്ക്ക്? തന്റെ മക്കളെ നേരെയാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുണ്ടോ? നീ ഭാഗ്യവാനാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വെട്ടിവെച്ചിട്ടുണ്ടോ? വെട്ടിവെച്ചിട്ടുണ്ടോ? മക്കളെ തല്ലാൻ വീട്ടിലൊരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാരത് കൈവയ്ക്കുക. 4 പേര്. ഈ 4 പേരുടെ വാപ്പ തല്ലേണ്ട സമയത്ത് തല്ലിയത് കൊണ്ട് നേരെ ചൊവ്വ നന്നായിട്ട് ഇവിടെ വന്നിരിക്കാം. നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാൻ കാരണം നിങ്ങളുടെ വാപ്പ പണ്ട് തല്ലി നേരെയാക്കിയതുകൊണ്ടാ. ഇന്ന് നീ ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ മകൻ എവിടെ ആയിരിക്കണമെന്ന് അറിയില്ല. റോഡിലാണോ, വീട്ടിലാണോ, ടിവിയുടെ ഫ്രണ്ടിലാണോ, റൂമിനകത്തിരുന്ന് വഴുതു പറയാനോ അറിയില്ല. അങ്ങനെ ഇരിക്കാനുള്ള കാരണം അവന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ടാ. ഇനിയെങ്കിലും നിനക്ക് അവസരമുണ്ട്. പോകുമ്പോ ഒരു കമ്പ് പിടിച്ച് വീട്ടിൽ പോകും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതായി പറയുകയാണ്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? ബിമാ ഖസമല്ലാഹു ലക തകുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായി പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയോ? പഴയങ്ങാടിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ 2 നില വീടുള്ളവനല്ല, ബെൻസ് കാറുള്ളവനല്ല, ഒരുപാട് പണമുള്ളവനല്ല, പഴയങ്ങാടിയിലെ അല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയോ? അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവനാ ഏറ്റവും വലിയ പണക്കാരൻ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മളൊക്കെ രാജാക്കന്മാരാ. നമുക്കില്ലല്ലോ. അസൂയാണല്ലോ. അള്ളാഹു മറ്റൊരുത്തന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് ഇങ്ങനെ അസൂയ വെച്ചുകൊണ്ട് അടക്കാം. നമ്മുടെയൊക്കെ അസൂയയും കുശുംബും അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര അസൂയ വെച്ചാലും നമുക്ക് കിട്ടും. ഇങ്ങോട്ട് നോക്ക്, നമുക്ക് കിട്ടുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മറ്റൊരുത്തന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് നീ അസൂയ വെച്ചിട്ട് നിനക്കൊന്നും കിട്ടത്തില്ല. ഞാൻ എന്റെ ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ ഒരു മലക്ക് എന്റെ ഉമ്മാന്റെ വയറ്റിൽ വന്നു, എന്റെ അടുക്ക വന്നു. എന്നിട്ട് എഴുതി വെച്ചു, സിറാജെ, ഇത്ര വയസ്സ് വരെ നീ ജീവിക്കും. നിന്റെ ഭാര്യ സുമയ്യയാണ്, നിനക്ക് ഇത്ര മക്കളുണ്ട്. ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുഖം നിങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് വീട്ടിലാ എനിക്ക് അന്നം ഉണ്ടാക്കി വെച്ചിരുന്നേ. അത് തിന്നാനാ ഞാൻ വന്നേ, അത് പറയാൻ വന്നേല്ല. എനിക്ക് അള്ളാഹു ഇന്ന് അന്നം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നോ? കഴിക്കോ? നിങ്ങൾ പറ, കഴിക്കോ? ഉറക്കപ്പറ, കഴിക്കോ? എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ കഴിക്കോ? നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ കഴിക്കോ? പറ, കഴിക്കോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടേണ്ട 1 രൂപ എനിക്ക് കിട്ടുമോ? എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടൂല. പിന്നെ എന്തിനാ മനുഷ്യ നീ അസൂയ വെക്കണേ? പിന്നെ എന്തിനാ നമ്മളൊക്കെ ഇങ്ങനെ അസൂയ വെക്കണേ? നീ തലകുത്തി കടന്നാലും കിട്ടില്ല. പിന്നെന്താ? അള്ളാഹു മറ്റൊരുത്തൻ എഴുതിയത് അവന് തന്നെ കിടക്കും. നീ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ നിനക്ക് നല്ലതുപോലെ അറിയാൻ നിനക്ക് കിട്ടൂല. എന്നിട്ട് നീ അസൂയ വെച്ച അതിനർത്ഥം അള്ളാഹ് നീ കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല. അള്ളാഹു നീതിമാനല്ലെന്ന് അതിന്റെ അർത്ഥം. നീ പറയുന്നത് അള്ളാഹു നീതിമാനല്ല, അള്ളാഹ് അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല. അത് ധിക്കാരം, അത് അഹങ്കാരം. അതിനുള്ള ശിക്ഷ ഈ ദുനിയാവി വെച്ച് തന്നെ അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അസൂയ വെക്കുന്നവന്മാർക്ക് മുഴുവനും അള്ളാഹു ഇവിടെ വെച്ച് തന്നെ പണി തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ വിചാരിക്കും നീ എന്ത് കച്ചവടം ചെയ്താലും ലാഭം. നീ വീട് വെച്ചു, വണ്ടിയെടുത്തു, എല്ലാം നല്ല നിലയിലായി.
നിലയിലായി. ഇത് നിന്റെ തഴമ്പ് കണ്ടിട്ടാണെന്ന് നീ വിചാരിക്കണേ. അള്ളാഹ്ക്ക് എന്തോ നിന്നോട് പേഴ്സണലായിട്ട് എന്തോ സ്നേഹം, അല്ലെങ്കിൽ നിന്റെ കുടുംബ മഹിമയൊക്കെ കണ്ടിട്ടാ നിനക്ക് അള്ളാഹ് ഇത് തരുന്ന. അല്ല മനുഷ്യ, നീ അങ്ങനെ കരുതരുത്. അത് നിനക്കല്ല, ഒരുത്തനുള്ള പണിയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അസൂയ വെക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന 3 ശിക്ഷയിൽ ഒന്നാമത്തെ ശിക്ഷ പറഞ്ഞുതരട്ടെ. മരിച്ച വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കാതെ പറഞ്ഞുതരട്ടെ. ഇന്നത്തോടുകൂടി ഈ സ്വഭാവം മാറ്റിക്കോ. 1, നിനക്ക് അള്ളാഹു ഒരു കാലത്തും സമാധാനം തരൂല്ല എന്ന് നബിയിന റസൂലുള്ളാഹി. നിന്റെ ജീവിതത്തിൽ നിന്ന് സമാധാനം എന്ന് പറയുന്ന സാധനം അങ്ങ് പോയി കിട്ടും. നീ പിന്നെ സമാധാനത്തോടെ ഒരു രാത്രി പോലും ഉറങ്ങൂല. നിന്നെ കുറിച്ചോ നിന്റെ ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചല്ല, അയൽവാസികളുടെ കൊട്ടാരത്തിനെ കുറിച്ച് ചിന്തിച്ച് നിന്റെ ആയുസ് പോകും. 2, അള്ളാഹു മറ്റൊരുത്തിന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ അള്ളാഹു നിനക്കും തരൂല. അങ്ങനല്ല. 2, അള്ളാന്റെ റസൂല് പറഞ്ഞു, നീയും തിന്നൂല, ആർക്കും കൊടുക്കത്തുമില്ല. നിനക്ക് അള്ളാഹു കൽബിന് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കോടിക്കണക്കിന് ആസ്തിയുണ്ട്, അവന്റെ കണക്ക് തന്നെ അവനറിയില്ല, എവിടെ കിടക്കണേ തന്നെ അറിയില്ല. ആരെങ്കിലും അവർ റബ്ബറും തോട്ടം ഉണ്ടായിരുന്നില്ലേ, അവർ തെങ്ങും തോപ്പ് അറിയില്ല. അവന്റെ സമ്പാദ്യം എത്രയാണെന്ന് അവന് തന്നെ അറിയില്ല. എന്നാലും ഒരുത്തിന് 5 നയാ പൈസ കൊടുക്കൂല. എന്നാ ഓൻ തിന്നുവോ? അതും ഇല്ല. നല്ല കാശുള്ള മനുഷ്യനാ. വീട്ടിൽ പോയി നോക്കിയാൽ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോ ചമ്മന്തിയും കഞ്ഞി. എന്റെ കാക്ക ഒരു മട്ടൻ ബിരിയാണി, അള്ളാഹ് കൊളസ്ട്രോൾ, അപ്പ തിന്നൂടാ. നീയും തിന്നൂല്ല, ഒരാളെ തിന്നിപ്പിക്കത്തുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3, ഇതാണ് എല്ലാരും നല്ലതുപോലെ കേൾക്കണ്ടേ. ഈ ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാരും കേൾക്കണേ. നിന്റെ വീടിന്റെ നിനക്കൊരു കടയുണ്ടെന്ന്, പഴയങ്ങാടിയിൽ ഒരു കടയുണ്ട്. നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു സാധുവിനൊരു കടയുണ്ട്. അവന്റെ കടയിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ട്. നീ 24 മണിക്കൂറും അള്ളാഹുവെ അവന്റെ കടയിൽ ഇങ്ങനെ നോക്കിയിട്ട്, പടച്ചവനെ നെത്തീങ്കാനയിലാക്കണേ അല്ലാ, അവനെ ഒന്ന് നെത്തീങ്കാനയിലാക്കണേ അല്ലാ, നീ ഇങ്ങനെ അസൂയ വെച്ചോണ്ടിരിക്കും. അവനൊന്ന് നശിച്ചു കാണാൻ നീ ആഗ്രഹിക്കും. അള്ളാഹു നിനക്ക് തരുന്നെന്തറിയോ? അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അവൻ ഒരു കടയേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ കണ്ണിന്റെ മുന്നിൽ പഴയങ്ങാടി രണ്ടാമതൊന്നുകൂടെ അവൻ തുടങ്ങും. അവൻ ആകെ ഒരു കടയുണ്ടായിരുന്നുള്ളൂ. നീ എന്ന് മുതൽ അസൂയ വെക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ അവൻ രണ്ടാമതൊരു കട കൂടെ നിന്റെ മുന്നിൽ തുറക്കും. നിന്റെ അയൽവാസിക്ക് ഒരു ചെറിയ വീടായിരുന്നു, നീ അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ 2 നിലയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ അവനെ വളർത്തി കാണിക്കും. നിന്നെ അള്ളാഹു നശിപ്പിച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.